عليكم ورحمة الله. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. من كان يريد الحياة الدنيا وزينتها نوفي إليهم أعمالهم فيها وهم فيها لا يبخسون. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, രക്ഷിതാക്കളെ, പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്ന് വൈകുന്നേരം മുതൽ ഇവിടെ ആരംഭിച്ചിട്ടുള്ള ഈ വൈജ്ഞാനികമായ പരിപാടിയിൽ അല്പം ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. തികച്ചും നൈമിഷികമായ ഈ ലോക ജീവിതം, ഇത് കഴിഞ്ഞ് മരണത്തോടെ ആരംഭിക്കുന്ന ഒരു യഥാർത്ഥ ജീവിതം നമുക്കുണ്ട് എന്നതാണ് ഇത്തരത്തിലുള്ള എല്ലാ സംരംഭങ്ങൾക്കും പിന്നിൽ നമ്മെ പ്രേരിപ്പിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവിതത്തിന് യഥാർത്ഥമായ ലക്ഷ്യവും അർത്ഥവും നൽകുന്നതിന് വേണ്ടി ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, അവർ ഒരു കാരണവശാലും റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിട്ടുള്ള നരകത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുന്നതിന് വേണ്ടി ഈ ലോക ജീവിതത്തോട് അവർ സ്വീകരിക്കേണ്ട നിലപാടും, ഈ ലോക ജീവിതത്തിൽ മരണാനന്തരം യഥാർത്ഥമായ രക്ഷയും സ്വർഗവും നേടിയെടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണമെന്നും കൃത്യവും വ്യക്തവുമായി വേദഗ്രന്ഥങ്ങളിലൂടെ, പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ലോക ജീവിതം എന്നത് ഐഹിക ജീവിതത്തിനു പ്രാധാന്യം നൽകുന്ന അവസ്ഥയിൽ മാനവ സമൂഹം ബഹുഭൂരിപക്ഷവും നോക്കിക്കാണുന്നു. ഇത് മുഖ്യമായ ഒരു ലക്ഷ്യമായി അവർ അതിനെ കാണുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ, ആരെങ്കിലും ഈ ദുന്യവിയായ ജീവിതത്തെയും അതിന്റെ അലങ്കാരത്തെയും ആരെങ്കിലും ഉദ്ദേശിച്ചാൽ നുവഫി ഇലൈഹിം അഅമാലുഹും ഫീഹാ, അവിടെ വെച്ച് അവർക്ക് നാം നിറവേറ്റി കൊടുക്കുന്നതാണ്. അവർ ഉദ്ദേശിക്കുന്ന കാര്യം നാം അവിടെ വെച്ച് നിറവേറ്റി കൊടുക്കും. വഹും ഫീഹാ ലാ യുബ്ഹസൂൻ, അവർക്കവിടെ യാതൊരു കുറവും വരുത്തപ്പെടുകയില്ല. യാതൊരു കുറവുമില്ലാതെ ഈ ദുനിയാവിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന, ദുനിയാവിന് പ്രാധാന്യം നൽകുന്ന, ദുനിയാവിലെ അലങ്കാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ആളുകൾക്ക് ആ ദുന്യവിയായ കാര്യങ്ങൾ നാം നിറവേറ്റി കൊടുക്കും, ഒരു കുറവും വരുത്താത്ത രൂപത്തിൽ. പക്ഷേ ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, അതെ, ഉലൈക ആ കൂട്ടർ അല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, ആഖിറത്തിൽ അവർക്ക് നരകമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല. വഹബിത മാ സനഉ, അവർ ഇവിടെ പ്രവർത്തിച്ചതെല്ലാം പൊളിഞ്ഞു പോയിരിക്കുന്നു. മാ സനഉ ഫീഹാ വബാതിലുൻ മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഫലശൂന്യമത്രേ. ഈ ലോക ജീവിതം നമ്മൾ എങ്ങോട്ട് തിരിച്ചു വെക്കുന്നു എന്നത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. 79-ാമത്തെ അധ്യായത്തിലെ 1-2 ആയത്തുകളിൽ മരണരംഗത്തെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്. വന്നാസിയാതി അർഖാ വന്നാശിതാതി നസ്താ, വേഗതയിൽ അഴിച്ചുവിടുന്നവ തന്നെയാണ് സത്യം, മുഴുകി പ്രവേശിച്ച് ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം. വന്നാസിയാതി അർഖാ,
മുഴുകി പ്രവേശിച്ച് ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം. മരണത്തിന് വേണ്ടി തയ്യാറാകാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരാനിരിക്കുന്നത് ദാരുണമായ മരണമാണ്. മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് അവർക്ക് വരാൻ പോകുന്നത് വേഗതയിൽ അടിച്ചു വിടുന്നവ തന്നെയാണ് സത്യം. എളുപ്പമുള്ള ഒരു മരണമാണ്. നമ്മുടെ ജീവിതത്തെ ഏതൊരു അവസ്ഥയിലേക്ക് നാം തിരിച്ചു വെക്കുന്നു എന്നത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് എന്നർത്ഥം. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന ഏതേത് കാര്യങ്ങളാകട്ടെ, ഏറ്റവും പ്രധാനമായി സമ്പത്തിനു വേണ്ടി നെട്ടോട്ടമോടുകയാണ് മനുഷ്യൻ. അവൻ മറിഞ്ഞു വീണാൽ, വല്ലാത്തൊരു പദപ്രയോഗമാണ്, മനുഷ്യൻ മറിഞ്ഞു വീണാൽ അവന്റെ ധനം അവന് ഉപകാരം ചെയ്യുകയില്ല. അതുകൊണ്ട് ഈ നൈമിഷികമായ ജീവിതമെന്ന് നമുക്ക് കൂടുതൽ കൂടുതൽ ബോധ്യമാകുന്ന ഈ ലോക ജീവിതം മരണത്തോടെ ആരംഭിക്കുന്ന യഥാർത്ഥ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. ആ ആഖിറത്തിൽ രക്ഷപ്പെടുക, അതാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ്. ഈ സമൂഹത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യം അതാണ്. മാനവ സമൂഹം, ആ സമൂഹം ഈ രക്ഷാമാർഗത്തിൽ എത്തിച്ചേരണം. കാരണം മാനവ സമൂഹം ഈ ശബ്ദം കേട്ടിട്ടില്ലെങ്കിൽ, അവർ അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ ശബ്ദം അവർക്ക് ലഭിക്കണം. മുസ്ലിങ്ങളെന്നോ അമുസ്ലിങ്ങളെന്നോ വ്യത്യാസമില്ലാതെ ഈ രക്ഷയുടെ ഏക സന്ദേശം, ഈ രക്ഷയുടെ ഏക നേർവഴി, ആ നേർവഴി മനുഷ്യർക്ക് ലഭ്യമാകണം. അത് ആദം നബി അലൈഹിസ്സലാം മുതൽ ഈ ലോകത്ത് വന്ന പ്രവാചകന്മാർ, അവരിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങൾ, അവരെല്ലാവരും ഈ ലോകത്ത് നിർവഹിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ്. ആ ദൗത്യ നിർവഹണത്തിന്റെ മാർഗത്തിൽ മുന്നോട്ടു പോകുമ്പോൾ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ഈ നന്മ പറഞ്ഞുകൊടുക്കൽ, തിന്മയിൽ നിന്ന് സമൂഹത്തെ തടയുക എന്നത്. അതിനു വേണ്ടിയുള്ള കൂട്ടായ്മകൾ, അതാണ് യഥാർത്ഥത്തിൽ ലോകത്ത് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി ഇസ്ലാം പൂർണ്ണമായി ആ ഹജ്ജത്തുൽ വിദാഇൽ വെച്ച് മഹാനായ റസൂലുള്ളാഹിയുടെ ആഹ്വാനം കേട്ടുകൊണ്ട് സ്വഹാബത്ത് ഈ സത്യത്തിന്റെ ദൗത്യവുമായി അവരുടെ വാഹനങ്ങൾ, കുതിരകൾ, ഒട്ടകങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നുവോ ആ നാടുകളിലേക്ക് പോയി ഈ സത്യസന്ദേശം അവർ പ്രബോധനം ചെയ്തുകൊണ്ടേയിരുന്നു. ഏത് സത്യസന്ദേശം? ലോകത്തിന്റെ സൃഷ്ടാവിങ്കൽ നിന്ന് ലഭിച്ചിട്ടുള്ള സത്യസന്ദേശം. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. നിങ്ങളുടെ സഹോദരൻ മുഹമ്മദ് സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്നവനല്ല, തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നവനല്ല, മറിച്ച് വഹയിന്റെ അടിസ്ഥാനത്തിൽ, റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ദിവ്യ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ. അതേ മനുഷ്യരെ രക്ഷപ്പെടുത്താൻ അവനെ സൃഷ്ടിച്ച നാഥന്റെ സന്ദേശത്തിലേക്ക് മടങ്ങുകയല്ലാതെ യാതൊരു രക്ഷയുമില്ല. അതാണ് പരിശുദ്ധ ഖുർആനും അതിന്റെ വിശദീകരണമായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും. ഈ രണ്ട് അടിസ്ഥാന പ്രമാണങ്ങൾ, ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത പ്രമാണങ്ങൾ. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വഹിയാണത്. പരിശുദ്ധ ഖുർആനാണ് ഒന്നാമത്തെ വഹി. അതിലെ പദങ്ങൾ പോലും അല്ലാഹുവിങ്കിൽ നിന്നുള്ള അതേ രൂപത്തിലാണ്. അതുകൊണ്ടാണ് ഖൈറുൽ കലാമി കലാമുല്ലാഹ്, കലാമുകളിൽ വെച്ച് ഏറ്റവും നല്ല കലാം അല്ലാഹുവിന്റെ കലാമാണ് എന്ന് പറഞ്ഞത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഏറെ പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ചു. എന്തിന്റെ പേരിൽ? ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ. അന്നത്തെ ഭരണകൂടം ഈ അദ്ദേഹത്തിന്റെ ശരിയായ വാദത്തിനെതിരായിരുന്നു. പക്ഷേ പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് ആ സത്യത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. ജയിലിൽ പോകേണ്ടി വന്നു. അതെ, അല്ലാഹുവിന്റെ കലാമാണ് പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല അത്. രണ്ടാമത്തത്, ആ കലാമിനെ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ മാത്രം ഉണ്ടായാൽ ഇസ്ലാം പൂർത്തിയാവുകയില്ല. അത് ഖുർആൻ തന്നെ പറയുന്നു, അത്തീഉല്ലാഹ വ അത്തീഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം. ഇനി ഭിന്നിപ്പുണ്ടായാൽ ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ നിങ്ങളത് അല്ലാഹുവിലേക്ക് അഥവാ ഖുർആനിലേക്ക് മടക്കണം. വർ റസൂൽ, റസൂലുള്ളാഹിയിലേക്ക് അഥവാ ഹദീസിലേക്ക് മടക്കണം. വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഊതീതുമുൽ കിതാബ്, എനിക്ക് കിതാബ് നൽകപ്പെട്ടിട്ടുണ്ട്, വമിസ്ലഹു മഅഹു, അതോടൊപ്പം അതുപോലെയുള്ളതും നൽകപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ മാത്രം മതി എന്ന വാദം ഒരാൾ സ്വീകരിച്ചാൽ ഒരു കാരണവശാലും അയാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല. കാരണം ഖുർആൻ തന്നെ പറഞ്ഞത് മഹാനായ റസൂലുള്ളാഹിയെ അനുസരിക്കണമെന്നാണ്. ഒരു മയ്യത്ത് നമ്മുടെ മുമ്പിലുണ്ട്. ആ മയ്യത്ത് ഖുർആൻ അനുസരിച്ച് ഒന്ന് സംസ്കരിച്ചു തരാൻ ആർക്കെങ്കിലും സാധിക്കുമോ? മയ്യത്ത് കുളിപ്പിക്കേണ്ട കാര്യം ഖുർആനിലുണ്ടോ?
കഫം ചെയ്യേണ്ട കാര്യം ഖുർആനിലുണ്ടോ? മയ്യത്ത് നമസ്കാരത്തെക്കുറിച്ചോ അതിന്റെ രൂപത്തെക്കുറിച്ചോ ഖുർആനിലുണ്ടോ? മയ്യത്ത് കബറടക്കുന്നതിനെ കുറിച്ച് ഖുർആനിലുണ്ടോ? ഇല്ല. എന്നാൽ ഫഅഖ്ബറഹു, പിന്നീട് കബറടക്കുന്നവനും എന്ന് പഠിപ്പിച്ച ആ ആയത്തിന്റെ ഭാഗം പഠിപ്പിച്ച മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വിശദാംശങ്ങൾ വഹയിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഹദീസിലൂടെ പഠിപ്പിച്ചു. അപ്പോൾ ഹദീസും വഹയി തന്നെ. മഹാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ള പറയുന്ന വാക്കുകൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ മൗനാനുവാദങ്ങൾ, ഇതെല്ലാം ചേർന്നതാണ് ഹദീസ് എന്ന് പറയുന്നത്. പരിശുദ്ധ ഇസ്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഈ ഉത്ബോധനത്തെ ഇറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുമെന്ന ആയത്ത് വിശദീകരിച്ചെടുത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, ഖുർആനിന്റെ സംരക്ഷണത്തോടൊപ്പം ഹദീസും ലോകത്ത് സംരക്ഷിക്കപ്പെടും. കാരണം രണ്ടും വഹിയാണ്. ഈ രണ്ട് അടിസ്ഥാന പ്രമാണങ്ങൾ, ആ അടിസ്ഥാന പ്രമാണങ്ങളാണ് നവോത്ഥാനത്തിന് 1 നൂറ്റാണ്ട് കാലമായി മുജാഹിദ് പ്രസ്ഥാനം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യ ആയുധങ്ങൾ. ആ ആയുധത്തിന്റെ ശക്തി, ആ ആയുധത്തിന്റെ പിൻബലം എത്രമാത്രം ഉണ്ട് എന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളീയ മുസ്ലിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ അതിനേറ്റവും വലിയ തെളിവാണ്. 23 വർഷക്കാലം കൊണ്ട് മോശപ്പെട്ടവരിൽ മോശപ്പെട്ടവരായ, ഇരുണ്ടവരിൽ ഇരുണ്ടവരായ, അന്ധകാരങ്ങളിൽ ജീവിച്ച ആ സമൂഹത്തെ, ജാഹിലിയ സമൂഹത്തെ 23 വർഷക്കാലം കൊണ്ട് തെളിമയാർന്ന, ലോകത്ത് എന്നും ഉത്തമമായ മാതൃകയായ ഒരു സമൂഹമായി മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്തത് ഈ രണ്ടായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നുവെങ്കിൽ അതുകൊണ്ടല്ലാതെ ലോകത്തു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ല. അതുകൊണ്ടല്ലാതെ ലോകത്ത് ഉണർവുണ്ടാക്കാൻ സാധ്യമല്ല. ആ രണ്ട് പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങളെ നമ്മൾ എങ്ങനെ പഠിക്കണമെന്നും മനസ്സിലാക്കണമെന്നും ജീവിതത്തിൽ പകർത്തണമെന്നും എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നും അതും ആ ഖുർആനും ഹദീസും തന്നെ പഠിപ്പിച്ചു. കാരണം പരിശുദ്ധ ഖുർആനും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ ധാരാളക്കണക്കിന് പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നതിന് വേണ്ടിയുള്ള മാർഗവും ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പ്രഥമ സംബോധിതരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും വറളു അൻ, അല്ലാഹു അവരെയും അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ അധ്യായം സൂറത്തു തൗബയിലെ 100-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചു. വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗം നാം അവർക്ക് തയ്യാർ ചെയ്തിരിക്കുന്നു എന്ന് ഖുർആൻ പഠിപ്പിച്ചു. 8 ആയത്തുകളിലൂടെ സ്വഹാബാക്കളുടെ പ്രാധാന്യം ഖുർആൻ പഠിപ്പിച്ചു. സ്വഹാബാക്കൾ മനുഷ്യരാണ്, നമ്മളും മനുഷ്യരാണ്. പിന്നെ എന്തേ അവരും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം? അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടു എന്ന് അല്ലാഹു നമ്മളെ അറിയിച്ചു. അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു എന്ന് അല്ലാഹു നമ്മളെ അറിയിച്ചു. എന്നെയും നിങ്ങളെയും കുറിച്ച് അങ്ങനെ പറയാൻ സാധ്യമല്ല. അവർക്ക് സ്വർഗമുണ്ടെന്ന് അല്ലാഹു ഖുർആനിലൂടെ അറിയിച്ചു. നമ്മൾക്കൊരിക്കലും അത് ഉറപ്പില്ല. അതാണ് അവരുടെ പ്രത്യേകത. ആ ഉത്തമ സമൂഹം, ആ സമൂഹമാണ് പരിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും പ്രഥമ സംബോധിതർ, പ്രൈമറി ഓഡിയൻസ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ, എന്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളായി മാറും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തം വാഹിദ, ഒരു കക്ഷിയൊഴികെ. ഖീല, ചോദിക്കപ്പെട്ടു, മൻ ഹിയ യാ റസൂലല്ലാഹ്, ഏതാണ് ആ രക്ഷപ്പെട്ട കക്ഷി? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം. നോക്കൂ, ഖുർആനും സുന്നത്തുമാകുന്ന അടിസ്ഥാന പ്രമാണങ്ങൾ, ആ അടിസ്ഥാന പ്രമാണങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നതോടൊപ്പം ഹബീബായ റസൂലുള്ളാഹി ഹദീസിലൂടെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. വഹയിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പുകൾ ധാരാളം ഉണ്ടാകും. അങ്ങനെ ഭിന്നിപ്പുകൾ ഉണ്ടാകുമ്പോൾ ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം, അഥവാ പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നമ്മൾ ഓരോരുത്തരും പഠിക്കാനും വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും തുടങ്ങിയാൽ നമുക്ക് വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നേക്കാം. ആ ആശയങ്ങളൊന്നും യഥാർത്ഥ ആശയങ്ങളായിക്കൊള്ളണമെന്നില്ല. ആ യഥാർത്ഥ ആശയം ഏതാണ്? ഈ ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രഥമ സംബോധിതർ, പ്രൈമറി ഓഡിയൻസ്, സ്വഹാബത്ത് ആ ആയത്ത് കേൾക്കുമ്പോൾ എന്ത് മനസ്സിലാക്കി? ഹദീസ് കേൾക്കുമ്പോൾ എന്ത് മനസ്സിലാക്കി? അതാണ് അതിന്റെ ശരിയായ ആശയം.
അഥവാ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ടെക്സ്റ്റ് മാത്രമല്ല പൂർത്തിയായത്, അതിന്റെ ആശയവും പൂർത്തിയായി. പുതിയൊരാശയം ഇനി ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്ന് ലോകത്തേക്ക് വരാനില്ല. അങ്ങനെ വരാനുണ്ടെന്ന് പറഞ്ഞാൽ മഹാനായ റസൂലുള്ള മനസ്സിലാക്കാത്ത ഇസ്ലാമിന്റെ ഒരാശയം എനിക്ക് മനസ്സിലായി എന്ന് പറയേണ്ടി വരും. എന്നാൽ ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉറ്റാലോചിക്കാനും ബുദ്ധിയുടെ മതമായ ചിന്തയുടെ മതമായ ഇസ്ലാം നമ്മളോട് ആഹ്വാനം ചെയ്തു. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്നു, ആ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, ആകാശത്തിലേക്ക്, ഭൂമിയിലേക്ക്, പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ, വഫീ അൻഫുസികും, സ്വന്തം ശരീരത്തിലേക്ക് നോക്കുന്നില്ലേ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, തീർച്ചയായും ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി വരുന്നതിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പഠിച്ച് സൃഷ്ടാവിനെ അറിയുക, അല്ലാഹുവിനെ അറിയുക, ആ അല്ലാഹുവിന്റെ മതത്തെ അറിയുക, ഇസ്ലാമാണ് സത്യമെന്ന് മനസ്സിലാവുക. അങ്ങനെ റബ്ബിനെ കുറിച്ച് പഠിച്ചാൽ അറിയാതെ പറഞ്ഞു പോകും, റബ്ബനാ മാ ഖലഖത ഹദാ ബാതിലാ, റബ്ബേ നീ ഇതിനെയൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, ഫഖിനാ അദാബന്നാർ, അതുകൊണ്ട് നീ ഞങ്ങളെ നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. അപ്പോൾ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പഠിച്ചാൽ, അറിഞ്ഞാൽ, മനസ്സിലാക്കിയാൽ ആളുകൾ അറിയാതെ പറഞ്ഞു പോകും, ഇതിനെയൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, നരകത്തിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന്. അതുകൊണ്ട് ആ നരക ശിക്ഷയിൽ നിന്നും ജനങ്ങളെ രക്ഷപ്പെടുത്തുക എന്നതാണ് നവോത്ഥാന പരിശ്രമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ്യം. അതിന് മുജാഹിദ് പ്രസ്ഥാനം കയ്യിലെടുത്തത് ഖുർആനും ഹദീസുമാകുന്ന അടിസ്ഥാന പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ, വിശദീകരിച്ചു കൊടുക്കാൻ, വ്യാഖ്യാനിച്ചു കൊടുക്കാൻ, അവ ജീവിതത്തിൽ പകർത്താൻ അതിന്റെ പ്രഥമ സംബോധിതരായ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ തന്നെ മനസ്സിലാക്കണം. അതിലവർ നിർബന്ധ ബുദ്ധി പിടിച്ചു. അതുകൊണ്ട് അവർക്ക് പേര് വന്നു സലഫികൾ. അതുകൊണ്ട് ബോർഡ് വന്നു, സലഫി മസ്ജിദ്, സലഫി മദ്രസ, സലഫി കോംപ്ലക്സ്, സലഫി നഗർ. അഥവാ മുൻഗാമികളെ അംഗീകരിക്കുന്നവർ, സലഫ് മുൻകടിഞ്ഞു പോയവർ. അവരിൽ ഒന്നാമത് സ്വഹാബത്താണ്, പിന്നീട് താബിഈകളാണ്, പിന്നീട് തബഉ താബിഈങ്ങളാണ്. അവരെ അംഗീകരിക്കുന്നവർ, അവർ മനസ്സിലാക്കിയതുപോലെ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നവർ. കാരണം എന്താണ്? ഇവിടെ ഒട്ടേറെ പ്രസ്ഥാനങ്ങളുണ്ട്, സംഘടനകളുണ്ട്. അവരൊക്കെ പറയുന്നു ഞങ്ങളും ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണ്. ഇവിടെ പരാമർശിച്ച ചേകനൂർ മൗലവി, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പേര് തന്നെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നാണ്. ഹദീസിനെ നിരാകരിക്കാൻ, ഹദീസിനെ പരിഹസിക്കാൻ, ഹദീസിനെ കുഴിച്ചുമൂടാൻ ചേകനൂരുണ്ടാക്കിയ പ്രസ്ഥാനത്തിന്റെ പേര് തന്നെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഖുർആനിനെയും ഹദീസിനെയും പച്ചയായി പരിഹസിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാതിരിക്കാൻ എങ്ങനെയാണോ പ്രഥമ സംബോധകർ മനസ്സിലാക്കിയത് അതുപോലെ തന്നെ മനസ്സിലാക്കണം. ഈ സമൂഹത്തിൽ ജനങ്ങളെ സ്വർഗമാർഗത്തിലേക്ക് നയിക്കണമെങ്കിൽ, അല്ലാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ എന്താണ് നാം ചെയ്യേണ്ടത്? വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ എന്ന് പറഞ്ഞുകൊണ്ട് 24-ാമത്തെ അധ്യായമായ സൂറത്തുൻ നൂറിലെ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, തീർച്ചയായും വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് നാം വാഗ്ദാനം നൽകുന്നു. എന്താണ് വാഗ്ദാനം? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർക്ക് ഖിലാഫത്ത് നൽകിയതുപോലെ, സ്വാധീനം നൽകിയതുപോലെ, പ്രാതിനിധ്യം നൽകിയതുപോലെ നിങ്ങൾക്കും നാം പ്രാതിനിധ്യം നൽകുക തന്നെ ചെയ്യും. നിങ്ങൾ തൃപ്തിപ്പെട്ട ദീനിന് നാം നിലനിൽപ്പ് നൽകും. നിങ്ങൾക്ക് ഭയത്തിന് ശേഷം നാം നിർഭയത്വം നൽകും. ഒരു വ്യക്തിക്ക് ആവശ്യമായ കാര്യം, ഒരു സമൂഹത്തിന് ആവശ്യമായ കാര്യം, ഒരു രാജ്യത്തിന് ആവശ്യമായ കാര്യം, ലോകത്തിന് ആവശ്യമായ കാര്യം നമുക്ക് പ്രാതിനിധ്യം ഉണ്ടാവുക, നമ്മുടെ ദീനിന് സ്വാധീനം ലഭിക്കുക, നിലനിൽപ്പ് ഉണ്ടാവുക, നമുക്ക് നിർഭയത്വം ഉണ്ടാവുക. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ, നിങ്ങൾ എന്നെ ആരാധിക്കണം, തീർന്നില്ല. എന്നോട് യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. അതെ, ഒരു മനുഷ്യന് സ്വർഗത്തിന് കാരണക്കാരനായി തീരുന്ന മഹത്തായ ആശയമാണത്. അതാണ് മുജാഹിദ് പ്രസ്ഥാനം. ഈ രണ്ട് പ്രമാണങ്ങളും, ആ പ്രമാണങ്ങൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട, വ്യാഖ്യാനിക്കേണ്ട രീതിശാസ്ത്രവും ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തോട് പറഞ്ഞ
മുഖ്യമായ പ്രമേയം അതായിരുന്നു. ഈ നവോത്ഥാന പരിശ്രമങ്ങളുടെ എല്ലാം വിജയത്തിന്റെ പിന്നിൽ അതായിരുന്നു. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, നിങ്ങൾ എന്നെ ആരാധിക്കണം, എന്നോട് യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. അതെ, മനുഷ്യർ സ്വർഗത്തിലെത്തണം. അങ്ങനെ സ്വർഗത്തിലെത്താനുള്ള പണിയെടുത്താൽ അള്ളാഹു ദുനിയാവിൽ പ്രാതിനിധ്യം നൽകും. അള്ളാഹു ദുനിയാവിൽ അവർക്ക് നിർഭയത്വം നൽകും. അവർ ഇഷ്ടപ്പെട്ട ദീന് നിലനിൽപ്പ് നൽകും. അതിനുവേണ്ടി ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, പടച്ചവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഇബാദത്തുമായി ബന്ധപ്പെട്ട സർവ്വ സംഗതികളും ഈ ലോകത്തിന്റെ നാഥന് മാത്രമേ പാടുള്ളൂ. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി ഹദീസുകൾ ജനസമക്ഷം സമർപ്പിച്ചു. പക്ഷേ എതിരാളികളായ ആളുകൾ എല്ലാ കാലത്തും ഉള്ളതുപോലെ തന്നെ അല്ല, അല്ലാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാം, അല്ലാഹു അല്ലാത്തവർക്കും നേർച്ച കൊടുക്കാം, അല്ലാഹു അല്ലാത്തവരുടെ പേരിലും സത്യം ചെയ്യാം, അല്ലാഹു അല്ലാത്തവർക്കും വഴിപാടുകൾ സമർപ്പിക്കാം എന്ന് സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്നതിന് വേണ്ടി വയലുകൾ ഉണ്ടായി, അതിനുവേണ്ടി ഖുർആൻ ക്ലാസുകൾ ഉണ്ടായി, അതിനുവേണ്ടി പ്രസിദ്ധീകരണങ്ങളും സ്ഥാപനങ്ങളും ഗവേഷണ കേന്ദ്രങ്ങൾ വരെ. എന്തിനു വേണ്ടി? അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നതിന് വേണ്ടി. നോക്കൂ, ആ തൗഹീദിന്റെ ഏകദൈവാരാധനയാകുന്ന മുഖ്യ സന്ദേശത്തിന്റെ പ്രസക്തിയാണ് നമുക്കവിടെ ഓർമ്മ വരുന്നത്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, മുഹമ്മദ് നബി അങ്ങ് പ്രഖ്യാപിക്കണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനോട് ഞാൻ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനമാണ്. എത്ര ലളിതമായ പ്രഖ്യാപനം, പക്ഷേ സമൂഹം അവിടെ തന്നെ പടച്ചുപോയി. നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറത്ത് ഫുർഖാനിലൂടെ ഇബാദുർ റഹ്മാന്റെ പ്രത്യേകത പഠിപ്പിക്കുന്നിടത്ത് അവിടുന്ന് ഓതിത്തരികയാണ്. ആ ഇബാദുർ റഹ്മാൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കും, റബ്ബന സുരിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ, റബ്ബേ, നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ ഒഴിവാക്കി തരണമേ, അത് വിട്ടൊഴിയാത്ത വിപത്താകുന്നു എന്ന് സത്യവിശ്വാസികളായ ഇബാദുർ റഹ്മാനായ ആളുകള് പടച്ചവനോട് പ്രാർത്ഥിക്കും. മഹാനായ ഹബീബ് പഠിപ്പിച്ചു, ഒരു ദിവസം 3 പ്രാവശ്യം നിങ്ങൾ നരകത്തെ തൊട്ട് അല്ലാഹുവിനോട് കാവൽ തേടിയാൽ നരകമാകുന്ന അല്ലാഹുവിന്റെ സൃഷ്ടി അല്ലാഹുവോട് പറയും, ഈ അടിമയെ, ആണിനെ, പെണ്ണിനെ നീ എന്നിൽ നിന്നും നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണമേ എന്ന്. നരകത്തിൽ രക്ഷ തേടാനുള്ള ഒട്ടേറെ പ്രാർത്ഥന എന്ന് പഠിപ്പിച്ചു. അതിലൊന്നാണ് അല്ലാഹുമ്മ അജിർനീ മിനന്നാർ. ഇതാണ് സലഫ് കൊണ്ടു നടന്നത്. 1-ാം പ്രമാണവും 2-ാം പ്രമാണവും നരകത്തിൽ രക്ഷപ്പെടുത്താൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണോ പഠിപ്പിച്ചത്, അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുകയായിരുന്നു അവർ. അങ്ങനെ പ്രാർത്ഥിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമും റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസും വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ മുസ്ലിം സമൂഹത്തിൽ ഈ 2 പ്രമാണങ്ങളുടെ അർത്ഥം പഠിക്കാൻ പാടില്ല എന്ന് സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ ഓതിത്തരാം, നമ്മൾ ഊതിത്തരാം, നിങ്ങൾ അങ്ങനെ കഴിഞ്ഞുകൂടിയാൽ മതി എന്ന് പറഞ്ഞ് അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്നും പിന്നോട്ട് വലിച്ചപ്പോ ജനങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തത് മാല മൗലിദുകളായിരുന്നു, റാത്തീബുകളായിരുന്നു. അതായിരുന്നു അവർക്ക് ഖുർആനിനേക്കാൾ മനപ്പാഠം, അതായിരുന്നു അവർക്ക് ഖുർആനിനേക്കാളും ചൊല്ലാനും പറയാനും പരിചയമുള്ളത്. ആ സമൂഹം ചൊല്ലി, വനജ്ജിഹി മിൻ ലദാബ് ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയും മുഹിയദ്ദീനി. അതെ, വനജ്ജിഹി മിൻ ലദാബ്, നരകമെന്ന ലദാ എന്ന നരകത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന മുഹയ്യിദ്ദീൻ ശൈഖ്. ഏതാണ് ആ മുഹയ്യിദ്ദീൻ ശൈഖ്? ആ ഔലിയാക്കന്മാരുടെ പൊന്മുടിയായ ശൈഖ്. നരകത്തിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ എന്നും മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് നരകത്തിന് രക്ഷ തേടുന്ന അവസ്ഥ. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വന്നു. എന്നിട്ട് സമൂഹത്തോട് പറഞ്ഞു, ജനങ്ങളെ, മുഹയ്യിദ്ദീൻ ശൈഖ് ജനിച്ചത് എന്താണെന്നറിയാമോ? ഹിജ്റ 471-ലാണ്. മഹാനായ റസൂലുള്ളാഹി വഫാത്തായി 4.5 നൂറ്റാണ്ടിന് ശേഷമാണ്. ആ ശൈഖും ഈ ലോകത്തോട് വിട പറഞ്ഞ് വീണ്ടും 600 കൊല്ലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കായൽ പട്ടണത്ത് ജനിച്ച സ്വദഖത്തുല്ലാഹിൽ കാഹിരി, ഹിജ്റ 1040 ജനിച്ച സ്വദഖത്തുല്ലാഹിൽ കാഹിരി ഈ കുതുബിയത്ത് എഴുതിയത്.
അപ്പൊ റസൂലുള്ളയിൽ നിന്ന് 1000 വർഷങ്ങളുടെ ദൂരം കുത്തുബിയത്തിലേക്കുണ്ട്. മുഹൈദ്ദീൻ ശൈഖിൽ നിന്ന് 600ഓളം വർഷങ്ങളുടെ ദൂരം കുത്തുബിയത്തിലേക്കുണ്ട്. പണ്ടേ കുമ്മണ്ടേ എന്ന് പറഞ്ഞാൽ ആ പണ്ട് 400-ൽ അവസാനിക്കും. 1400-ന്റെ പടക്കം ഇസ്ലാമിന്റെ ലാസ്റ്റ് എഡിഷൻ ഉണ്ട്. എന്നാൽ കുത്തുബിയത്തിന് 400-ന്റെ പടക്കമേ ഉള്ളൂ. ആ 400-നോട് 1000 കൂടി കൂട്ടണേ. അങ്ങനെ 1400-ന്റെ പടക്കത്തിലേക്ക് മടങ്ങണേ എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഖുർആനും ഹദീസും ഉപയോഗിച്ച് അത് പ്രബോധനം ചെയ്യേണ്ട, അത് മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട രീതിശാസ്ത്രം ഉപയോഗിച്ച് സമൂഹത്തോട് പറഞ്ഞപ്പോൾ എളുപ്പമല്ല ഉണ്ടായത്, പ്രയാസങ്ങളാണ് ഉണ്ടായത്, കല്ലേറുകളാണ് ഉണ്ടായത്. അതെ, പ്രവാചകന്മാർ ഏറ്റ അതേ കല്ലേറ് ഈ സമൂഹവും ഏൽക്കേണ്ടി വന്നു. അങ്ങനെ അടിസ്ഥാന വിഷയം എന്താ കാര്യമെന്നറിയുമോ? സമൂഹം ഈ ലോകത്തും പരലോകത്തും ഒരു വ്യക്തിയും കുടുംബവും സമൂഹവും രക്ഷപ്പെടണമെങ്കിൽ നാളെ പരലോകത്ത് എന്നെ രക്ഷിക്കാൻ ആരുമുണ്ടാവില്ല എന്ന ബോധം അവനുണ്ടാകണം. ശിർക്ക് വന്നാലോ എന്നെ രക്ഷപ്പെടുത്താൻ മുഹൈദ്ദീൻ ശൈഖ് ഉണ്ടാകും. ഞാൻ റിഫായി മൗലൂദ് കഴിച്ച ആളല്ലേ, റിഫായി റാത്തീബ് കഴിച്ച ആളല്ലേ, അതുകൊണ്ട് റിഫായി ശൈഖ് അവിടെ ഉണ്ടാകും. പിന്നെ ബദരീങ്ങൾ ആണ്ട് നമ്മൾ മുടങ്ങാതെ ചൊല്ലിയിട്ടുണ്ട്, അതുകൊണ്ട് ബദരീങ്ങളും ഉണ്ടാവും അവിടെ. ഞാൻ അങ്ങ് പരലോകത്ത് ചെല്ലുമ്പോ പിടിയും വലിയുമായിരിക്കും എന്നെ സ്വർഗത്തിലെത്തിക്കാൻ. ഈ ഒരു ബോധമുണ്ടാകും. എങ്ങനെയാണെങ്കിൽ ശിർക്ക് വന്നാൽ എന്നെ രക്ഷപ്പെടുത്താൻ ആരൊക്കെയോ ഉണ്ട് എന്ന വ്യാജ സുരക്ഷിതത്വ ബോധം ഒരടിമക്കുണ്ടാകും. അതില്ലാതാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അവനല്ലാതെ മറ്റൊരാരാധ്യനുമില്ല എന്ന സത്യം അവന് ബോധ്യമാകണം. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം തീരുമാനിച്ചതല്ല ഇത്, ലോകത്ത് വന്ന അമ്പിയാക്കന്മാർ അഖിലവും തീരുമാനിച്ചതാണ്. സമൂഹത്തെ അടിസ്ഥാനപരമായി ആദ്യമായി പരിവർത്തിപ്പിക്കേണ്ടത് വിശ്വാസ കാര്യങ്ങളിലാണ്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം അവിടെ തന്നെ കേന്ദ്രീകരിച്ചു. നവോത്ഥാനത്തിന്റെ ആണിക്കല്ലാണത്. ലോകത്തിന്റെ സൃഷ്ടാവിന്റെ സഹായം നമുക്ക് ലഭിക്കാൻ ആവശ്യമായ പ്രവർത്തനം. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, നിങ്ങൾ എന്നെ ആരാധിക്കണം, എന്നോട് യാതൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല എന്ന ആ മഹത്തായ സന്ദേശം ഈ സമൂഹത്തോട് ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. നിർത്താറായോ ഇത്? ഇല്ല, എവിടെയും എത്തിയിട്ടില്ല. പെരിന്തൽമണ്ണയിൽ ഈ മണ്ഡലം പ്രചാരണോദ്ഘാടനത്തിന്റെ വേദിയിൽ നിന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ എത്രയെത്ര പ്രദേശങ്ങളിൽ ഇനിയും വഅലുകൾ നടക്കാനുണ്ട്, ഇനിയും ഖണ്ഡനങ്ങൾ നടക്കാനുണ്ട്, എത്രയെത്ര പള്ളികൾ ഇനിയും വരാനുണ്ട്, എത്രയെത്ര പാവപ്പെട്ട സഹോദരീ സഹോദരങ്ങൾക്ക് ഈ സ്വർഗത്തിന്റെ സന്ദേശം കിട്ടാനുണ്ട്. അതുകൊണ്ട് നിത്യപ്രസക്തമായ ഈ സന്ദേശം, ആ സന്ദേശമാണ് മുജാഹിദ് പ്രസ്ഥാനം നവോത്ഥാനത്തിന്റെ ആണിക്കല്ലായി ഈ സമൂഹത്തോട് പഠിപ്പിച്ചത്. പക്ഷേ എളുപ്പമായിരുന്നില്ല. ഈ മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ നവോത്ഥാന പരിശ്രമത്തിന്റെ ആണിക്കല്ലിനെതിരെ തന്നെ ശക്തമായ മുന്നേറ്റത്തിന് അവർ ശ്രമിച്ചു. അത് പ്രസംഗിക്കുന്ന വേദികൾ കയ്യേറാൻ തുടങ്ങി, കൂക്കി വിളിക്കാൻ തുടങ്ങി, പെർമിഷൻ മുടക്കാൻ തുടങ്ങി, ഒട്ടേറെ പീഡനങ്ങളും പ്രയാസങ്ങളും സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കാൻ തുടങ്ങി. ഉൽപ്പതിഷ്ടുക്കൾ എന്ന് പറഞ്ഞ് പേര് പറഞ്ഞു പുറത്തു വന്ന പല ആളുകളും അതിന്റെ അടിസ്ഥാനപരമായ സന്ദേശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി. ഇല്ലേ? നമുക്കറിയാം, തൗഹീദിന്റെ വിഷയത്തിൽ തന്നെ ഇന്ന് സമൂഹത്തിൽ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ മുജാഹിദുകളും ജമാഅത്തുകാരുമെന്ന് അറിയാതെ ചിലരെങ്കിലും പറഞ്ഞു പോകാറുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെ കൂട്ടി പറയുന്നതിന് തീർത്തും എതിരാണ്. കാരണം ഇത് രണ്ടും രണ്ട് ആശയമാണ്, തീർത്തും രണ്ട് ആശയമാണ്. അതുകൊണ്ട് തന്നെ എവിടെയാണ് അവർക്ക് പടച്ചു പോയത്, അവർക്ക് തെറ്റിപ്പോയത് എവിടെയാണ്? മൗലാന മൗദൂദി സാഹിബ്, അദ്ദേഹം ഒരു ചിന്തകനാണ്, അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. ഒരു വ്യക്തിയോട് നമുക്ക് വിദ്വേഷമില്ല. മൗദൂദി സാഹിബിനെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കേണ്ട രീതിശാസ്ത്രം തെറ്റിപ്പോയ അബദ്ധം വന്നതുകൊണ്ട് ഇന്നും മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. അതിലേറ്റവും വലിയ പ്രതിസന്ധി സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കേണ്ട കരങ്ങൾ, ദുനിയാവിന് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന, ദുനിയാവിലെ ശാഖാപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നതാണ്. അദ്ദേഹം ഈ രീതിശാസ്ത്രം തെറ്റിപ്പോയപ്പോൾ ഇവിടെ ഉണ്ടായ ഏറ്റവും വലിയ അപകടം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു
എന്ന ആയത്തിന് അർത്ഥം പറഞ്ഞെടുത്ത് ഇവിടെ അനുസരണം, അടിമത്തം, ഈ രണ്ടർത്ഥങ്ങൾ കൂടി പരിഗണിക്കണമെന്ന് മൗലാന മൗദൂദി സാഹിബ് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ സൂക്ഷ്മത കുറവ് അദ്ദേഹം പരിശോധിക്കാതെ ആ അർത്ഥം ഈ സമൂഹത്തോട് പറഞ്ഞതിന്റെ ദുരന്ത ഫലം ഇന്നും ഈ ഇന്ത്യയിലെ മുസ്ലിംകളുടെ നവോത്ഥാനത്തിന് തടസ്സമായി നിൽക്കുകയാണ്. കേരളീയ സമൂഹത്തിന്റെ നവോത്ഥാനത്തിന് തടസ്സമായി നിൽക്കുകയാണ്. അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കാവൂ. അദ്ദേഹം വ്യാഖ്യാനിച്ചു, അള്ളാഹുവിന്റെ നിയമത്തെ മാത്രമേ അനുസരിക്കാവൂ. അതുകൊണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞു, സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കരുത്. കാരണം ഇവിടെ അള്ളാഹുവിനെ അനുസരിക്കുന്ന അഥവാ ഇസ്ലാമിക ഭരണകൂടമല്ല ഉള്ളത്. ഇവിടെയുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റ് പോയി പകരം ഒരു ജനാധിപത്യ ഗവൺമെന്റ് വരിക എന്ന് പറഞ്ഞാൽ ലാത്ത പോയി മനാത്ത വരുന്നതിന് തുല്യമാണ്. ആർക്കാണിത് സഹിക്കാൻ കഴിയുക? അങ്ങനെ തൗഹീദിനെ ദുർവ്യാഖ്യാനിച്ചു. എന്തേ ഇവിടെ പറ്റിയത്? പറ്റിയ തകരാറിന്റെ മർമ്മം കേട്ടോളൂ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം സ്വീകരിച്ച് ആദ്യമായി ഓതിയത് റസൂലുള്ളയാണ്. റസൂലുള്ള ആ ആയത്ത് ഓതിയപ്പോൾ ആദ്യമായി കേട്ടത് സ്വഹാബത്താണ്. ആ റസൂലുള്ളയും സ്വഹാബത്തും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെ മനസ്സിലാക്കിയതുപോലെ മൗദൂദി സാഹിബ് മനസ്സിലാക്കാത്തത് കൊണ്ട് ശുദ്ധ ശിയായിസത്തിലാണ് അദ്ദേഹം എത്തിപ്പെട്ടത്. ഇനി അവിടുന്ന് എടുത്തതാണോ എന്ന് വേറെയും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കയിൽ പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും വിധേയമായ തന്റെ സ്വഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ നജ്ജാശി രാജാവിന്റെ അടുത്തേക്ക് പോയിക്കോളൂ, നിങ്ങൾക്ക് അവിടെ അഭയം കിട്ടും. നിങ്ങൾ നജ്ജാശി രാജാവിന്റെ അടുത്തേക്ക് പോയിക്കോളൂ, നിങ്ങൾക്ക് അവിടെ അഭയം കിട്ടും. അന്ന് നജ്ജാശി മുസ്ലിം ആയിട്ടില്ല. ഒരു അനിസ്ലാമിക ഭരണകൂടത്തിന്റെ അടുത്തേക്ക് അഭയം തേടിപ്പോകാൻ റസൂലുള്ള പഠിപ്പിച്ചു. അപ്പൊ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലായിട്ടില്ല, സ്വഹാബാക്കൾക്ക് മനസ്സിലായിട്ടില്ല. നോക്കൂ, ഈ ഒരു വാദം സ്വഹാബത്ത് മനസ്സിലാക്കിയെന്ന് വ്യത്യസ്തമായി ഖുർആനെ മനസ്സിലാക്കിയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഇസ്ലാം പൂർത്തിയായിട്ടില്ല എന്ന അപകടം പറയേണ്ടി വന്നു. ഇബ്രാഹിം അല്ലദീ വഫാ 53-ാമത്തെ അധ്യായത്തിലെ 37-ാമത്തെ ആയത്ത്, കടമകൾ പൂർത്തിയാക്കിയ ഇബ്രാഹിം. എന്തൊക്കെ അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അതെല്ലാം പൂർത്തിയാക്കിയ പൂർണ്ണ മുസ്ലിമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ എന്തുകൊണ്ട് വ്യതിയാനമുണ്ടായി? അവിടെ ആവശ്യമില്ലാത്ത കാര്യത്തിന് കഴിഞ്ഞ ഒക്ടോബർ 2-ാം തീയതി 2010 ഒക്ടോബർ 2-ാം തീയതി ഇറങ്ങിയ നമ്മുടെ ബഹുമാന്യരായ ജമാഅത്ത് സുഹൃത്തുക്കളുടെ അവരുടെ മുഖപത്രം, ആ മുഖപത്രത്തിന്റെ അവസാനത്തെ പേജിൽ അത്ഭുതകരവും എന്നാൽ അവർ പറയേണ്ടതുമായ ഒരു കാര്യം കാണാം. എന്താണ്? അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സമ്മേളനം പ്രഖ്യാപിച്ചു. ആ സമ്മേളനത്തിന്റെ രൂപം എങ്ങനെയാ? സംസ്ഥാനത്തിന്റെ 3 കേന്ദ്രങ്ങളിൽ ഒരേ സമയം സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ടാണ് പലയിടങ്ങളിലും ചുമരെഴുത്തുകൾ വന്നതും പിന്നീട് അപ്രത്യക്ഷമായതും നമ്മൾ ശ്രദ്ധിച്ചിരിക്കും. എന്താ? ആ സമ്മേളനം മാറ്റിവെക്കാൻ അവരുടെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്താണ് അവരുടെ മുഖപത്രത്തിൽ ഔദ്യോഗിക കോളത്തിൽ പറഞ്ഞത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മഹാനായ റസൂലുള്ളയുടെ മേൽ അമ്പുകൾ ഏൽക്കാതെ സംരക്ഷിച്ച സ്വഹാബാക്കളെ അനുസ്മരിക്കാൻ നമുക്ക് അവകാശമുണ്ടാകണമെങ്കിൽ നമ്മൾ ധീരമായി ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന ജമാഅത്ത് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങണം. ഈ മുഖ്യ ദൗത്യം നമ്മുടെ മുമ്പിലുള്ള സന്ദർഭത്തിൽ ഇതാ സംസ്ഥാന സമ്മേളനം മാറ്റിവെക്കുകയാണ് എന്നല്ല, ഒഴിവാക്കുകയാണ്. സമ്മേളനം വേണ്ട. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ലക്ഷ്യമെന്ന്. ഈ തരത്തിൽ ഉള്ള ഒരു വ്യതിയാനം, വിശ്വാസപരമായ കാര്യങ്ങൾ പിന്നോട്ട് പോയി പോകുന്ന തരത്തിലുള്ള വ്യതിയാനങ്ങൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ? അതിനുള്ള കാരണം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ മനസ്സിലാക്കിയെടുത്ത് തെറ്റിയതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തെ കൊണ്ട് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നവോത്ഥാന സംരംഭങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അവർ വിദ്യാലയങ്ങളെ കൊലാലയങ്ങൾ എന്ന് വിളിച്ചപ്പോ, വോട്ട് ചെയ്യൽ ഹറാമാണെന്ന് പറഞ്ഞപ്പോ, കോടതിയിൽ പോകാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോ ഈ മുസ്ലിം സമൂഹം എത്രമാത്രം പിന്നോട്ട് പോയി. അവരെയൊക്കെ ശരിയാക്കേണ്ട പണി നേരത്തെ സമസ്തക്കാർ
അടിസ്ഥാനപരമായ വിഷയത്തിൽ പടച്ചുപോയപ്പോ അവരോട് മുസ്ലിം കുട്ടികൾക്ക് കയ്യെഴുത്തു പഠിക്കൽ ഹലാലാണ്, അതിന് യാതൊരു വിരോധവുമില്ലെന്ന് പറയാൻ ഈ ജില്ലയിലെ പൊന്നാനിയിൽ ഇന്നത്തെ കേന്ദ്രമിന്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവി അന്ന് വയലു പറഞ്ഞപ്പോ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഓതിക്കൊണ്ട് ഈ സമൂഹത്തോട് അവിടെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസം പറഞ്ഞിട്ടില്ല. തുടർന്ന് ഇൻസാൻ എന്നാണ്, അല്ലമൽ ഇൻസാന മാലം യാലം. അതെ, അവിടെ ഇൻസാൻ എന്നതിൽ പുരുഷന്മാർ മാത്രമല്ല പെടുക, സ്ത്രീകളും പെടുമെന്ന് പറഞ്ഞുകൊണ്ട് വയലു പറയേണ്ട അവസ്ഥ ഉണ്ടായെങ്കിൽ സഹോദരങ്ങളെ, ഈ ഒരു അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ എത്തിക്കുന്നതിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും കഴിഞ്ഞുപോയ തലമുറ ഏറ്റിട്ടുണ്ട് എന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാകും. ഇങ്ങനെ ഈ അടിസ്ഥാനപരമായ നവോത്ഥാനം അതിന്റെ ലക്ഷ്യം ഒരു വ്യക്തിയെ സ്വർഗത്തിലെത്തിക്കലാണ്.